മുസ്ലിം വോട്ടുകളെ LDF ഭയപ്പെടുകയാണ്. അത് ഇത്തവണ തങ്ങൾക്ക് വലിയ തോതിൽ ലഭിക്കില്ല. അതെല്ലാം UDFിലേക്ക് പോകും എന്നതാണ് ഭയത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ഭയം തന്നെയാണ് പേരാമ്പ്രയിൽ നമ്മൾ കാണുന്നത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നിയമസഭാ മണ്ഡലം. അവിടെ ഈ അനൗൺസ്മെൻറ്റ് വാഹനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണല്ലോ നിലവിൽ നിലനിൽക്കുന്നത്. അതായത് അവിടെ മത്സരിക്കുന്നത് യൂത്ത് ലീഗിലൂടെ വളർന്നു വന്ന കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായിട്ട് വലിയ വിജയമൊക്കെ നേടിയിട്ടുള്ള ഫാത്തിമ തഹ്ലിയാണ് അവിടെ UDF കാൻഡിഡേറ്റ്. 4ാം തവണയാണ് TP രാമകൃഷ്ണൻ മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നത്. 1980 മുതൽ പേരാമ്പ്ര ഇടതിൻ്റെ വലിയ കോട്ടയാണ്. അത് ഇതുവരെ മറ്റാർക്കും പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം നിലവിലുള്ള പ്രചരണ വിവാദം കൊഴുക്കുകയാണ്. ആ പ്രചരണത്തിൽ ഈ അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് ഇത്തരം വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചരണമാണ്, പരസ്യ പ്രചരണമല്ല, സ്വകാര്യ പ്രചരണം. നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ കുട്ടിക്കെന്നാണ്. മത ഏകീകരണത്തിൻ്റെ ചിഹ്നം വിളിയാണ് ലീഗ് നടത്തുന്നത്. മതവർഗീയതയുടെ തന്ത്രമാണ് പേരാമ്പ്രയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പയറ്റുന്നത്. സമത്വബോധമുള്ള മനുഷ്യർ മുസ്ലിം ലീഗിൻ്റെ മതരാഷ്ട്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യർ ജാതിക്കും മതത്തിനും അപ്പുറത്താണ്. മത സാഹോദര്യത്തെ ഊട്ടി വളർത്തേണ്ടവരാണ്. LDF മതരാഷ്ട്രത്തിൻ്റെ പക്ഷത്തല്ല, മനുഷ്യപക്ഷത്താണ്. പേരാമ്പ്രയുടെ മണ്ണിൽ മനുഷ്യപക്ഷത്താണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് രേഖപ്പെടുത്തണം. പേരാമ്പ്രയുടെ മണ്ണ് മനുഷ്യപക്ഷത്താണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് രേഖപ്പെടുത്തണം എന്നാണ് അതിലവർ പറയുന്നത്. ഇതിപ്പം വലിയ വിവാദമാക്കുകയാണ്. ഇവിടെയുള്ള വലിയ മാധ്യമ പ്രവർത്തകരൊക്കെ വലിയ പ്രശ്നമാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. കാരണം ഇതിലെവിടെയും ഒരു സമുദായത്തെ, മുസ്ലിം സമുദായത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെയോ അവർ വിമർശിക്കുന്നേ ഇല്ല. പകരം മതേതരത്വത്തിന് വേണ്ടിയിട്ട്, മനുഷ്യപക്ഷത്തിന് വേണ്ടിയിട്ട് മതം നോക്കിയിട്ട് വോട്ട് കുത്തരുത് എന്ന് മാത്രമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇതിലെന്തിനാണ് പലർക്കും കുരുപൊട്ടുന്നത് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ഇപ്പം മലപ്പുറം ജില്ല ലീഗിൻ്റെ ഒരു വലിയ കോട്ടയാണ്. അവിടെ എന്തൊക്കെ പ്രതിസന്ധികൾ UDFിനുണ്ടെങ്കിലും ലീഗ് എങ്ങനെയായാലും അല്ലെങ്കിൽ UDF എങ്ങനെയായാലും 12-14 സീറ്റ് അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് UDFന് വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും മലപ്പുറം അവരെ കൈവിടാതെ ലീഗിനെ കാത്തു സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മതേതരത്വമാണോ അതോ മതബോധമാണോ? താങ്കൾ ചോദിച്ച 2-3 അടിസ്ഥാനപരമായ കോൺട്രഡിക്ഷൻ, വൈരുദ്ധ്യം താങ്കളുടെ ചോദ്യത്തിൽ തന്നെയുണ്ട്. ഒന്ന് പറയുന്നു ഇത് രഹസ്യമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. എവിടെ? സ്വകാര്യ പ്രചരണം നടത്തുന്നു പറഞ്ഞു. മുസ്ലിം ലീഗ് അവരുടെ കുടുംബങ്ങൾ സ്വകാര്യ പ്രചരണം. നമ്മുടെ കുടുംബത്തിലെ കൊച്ചാണ്, അല്ലാണ്ട് റോഡിലൂടെ പറഞ്ഞു നടക്കാൻ പറ്റില്ലല്ലോ. പറയട്ടെ, നമ്മുടെ കുടുംബത്തിലെ കൊച്ചാണ്, ആ കൊച്ച് രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് പറയുന്നു. ഓക്കെ, മുസ്ലിം ലീഗ് അത് പറഞ്ഞു. അത് നമുക്ക് ആ രീതിയിൽ അതിനെ എടുക്കുകയും ചെയ്യാം, വർഗീയമായിട്ട് എങ്ങനെ വേണേൽ ക്യാരക്ടറൈസ് ചെയ്യാം. പക്ഷേ ഇത് കുറേ കൂടെ പരസ്യം കിട്ടുന്നത് നാട്ടുകാരെ മുഴുവൻ അറിഞ്ഞപ്പോഴാണ്. ജനം മുഴുവൻ, എല്ലാ ജനങ്ങളും അറിയുകയാണ്. CPMൻ്റെ അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ നിന്നും ഈ വിഷയം വീണ്ടും വീണ്ടും ആവർത്തിക്കുക വഴി ഈ ആഹ്വാനത്തിന് നമ്മുടെ കുടുംബത്തെ കുട്ടിയാണ് എന്നുള്ള പ്രചരണം ഏറ്റവും ശക്തമായി ഏറ്റെടുത്ത് നടത്തിയവർ. അങ്ങനെയല്ല ജനം മുഴുവൻ അറിയുന്നത്. അങ്ങനെയാണ് അതൊരു ഇഷ്യൂ ആകുന്നത്. അങ്ങനെ ഇഷ്യൂ അല്ലെങ്കിൽ മറ്റൊരു തെറ്റൊന്നുമില്ലെങ്കിൽ ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കയ്യുണ്ട്. ഇപ്പോഴാണ് ലാസ്റ്റാണ് പറയുന്നത്. TP രാമകൃഷ്ണൻ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്ക് ഉത്തരവാദിത്തമില്ല, അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. അതായത് ശരിയായ ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ പറഞ്ഞു ഒഴിയേണ്ട ആവശ്യമില്ല. ഞങ്ങളാണ് ഇറക്കിയിരിക്കുന്നത്, ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ് ഇറക്കിയിരിക്കുന്നതെന്ന് പറയുന്നതിന് പകരം ഒഴിഞ്ഞു മാറുക ചെയ്ത്. അപ്പോൾ താങ്കൾ ആ പറഞ്ഞ കാര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല. ഇത് വർഗീയത വളർത്തും എന്നുള്ളത് ഇവിടെ ഇപ്പോൾ തുടങ്ങിയ സംഭവമല്ല, മലപ്പുറം ജില്ല മാത്രം തുടങ്ങിയ സംഭവമല്ല. എല്ലാ ജില്ലകളിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജാതിയും മതവും ഉണ്ട്. ഇപ്പം ഞാൻ വരുന്ന കടുത്തുരുത്തി കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ്. കടുത്തുരുത്തി കോൺസ്റ്റിറ്റ്യുവൻസി അവിടെ ഒരു ജനാധിപത്യ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ക്രിസ്ത്യൻസ് മാത്രമേ ഇതുവരെ ജയിച്ചിട്ടുള്ളൂ. ഇതുവരെ ജയിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻസാണ്. ക്രിസ്ത്യൻസ് ആ ഒരു പരീക്ഷണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടപ്പോൾ പിന്നെ അവിടെ ജ്ഞാനായ സമുദായം എന്ന് പറഞ്ഞ ഒരു പ്രീഡോമിനൻ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. ജാതീയമായി കൺസോളിഡേറ്റ് ചെയ്ത് വോട്ട് ചെയ്തൊരു വിഭാഗമാണ് വെയ്പ്പ്.
മാറ്റിയിട്ടൊരു അവസാനം ഒരു ഇലക്ഷനിൽ ഒരു ക്ലാനായ പഴയ ഒരു പഞ്ചായത്ത് സ്കൂൾ ഹെഡ് മാസ്റ്ററെ പിടിച്ച് PC തോമസ് മത്സരരംഗത്തിറക്കി കേരള കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ആർക്ക് പറ്റി? CPM പറ്റി. അവിടെ CPM ഉപയോഗിച്ച ക്രൈസ്തവ വിഭാഗത്തിലെ വിഭാഗീയത അല്ലെങ്കിൽ വർഗീയതയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇടതുപക്ഷത്തിന് അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും ചെയ്തു പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്നത് ഇതേ പ്രവൃത്തിയാണ്. യഥാർത്ഥ മതേതരത്വത്തെ ഒരു നിലപാടെടുത്ത് പ്രവർത്തിക്കുന്നവരാരും തന്നെ ഇല്ല. അതൊരു സത്യം. അല്ല, യഥാർത്ഥ മതേതരത്വത്തിന് വേണ്ടിയിട്ട് നിലപാടെടുത്ത് പ്രവർത്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയേണ്ടി വരും. വെട്ടിത്തുറന്ന് മുഖം നോക്കാതെ പറയേണ്ടി വരും. അങ്ങനെ മുഖം നോക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങളും സൃഷ്ടിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ TP രാമകൃഷ്ണനൊക്കെ ഞങ്ങളല്ല ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയേണ്ടി വരുന്നത്. അദ്ദേഹത്തിന് പരസ്യമായിട്ട് പറയാൻ പറ്റും? അദ്ദേഹത്തിന് ഒരിക്കലും പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവരുടെ അറിവോട് കൂടിയിട്ടാണ് ഇത് ചെയ്തതെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും പരസ്യമായിട്ട് പറയാൻ പറ്റില്ല ഞങ്ങളാണ് ഇത് ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു ടാക്ടിക്കൽ അപ്രോച്ചിലൂടെ മാത്രമേ ചില കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് രാഷ്ട്രീയത്തിന്റെ ഒരു രീതിയാണ്, ഒരു രീതിശാസ്ത്രമാണ്. അതാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ തീവ്ര മതബോധത്തെ നമ്മൾ തുറന്നു കാട്ടേണ്ടതുണ്ട്. മനുഷ്യപക്ഷത്ത് നിൽക്കാനായിട്ട് ഇത്തരത്തിലുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലാണ്ട് എങ്ങനെയാണ് ഈ മതേതരത്വം നിലനിൽക്കുക? മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ സ്വയം ഈ പറയുന്നവരെ പ്രഖ്യാപിക്കുന്നവരെ ഈ സിസ്റ്റം അവർ മതേതരത്വത്തിന് അനുകൂലമായ നിലപാട് എല്ലാ കാലത്തും എടുക്കണം. അവിടെ വരുമ്പോഴത്തേക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഓരോ കക്ഷിയും ഓരോ സമയത്ത് മാറി എടുക്കുന്നത്. EMS ഭയങ്കരമായിട്ട് ശരീരത്തിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സദ്ദാം ഹുസൈനെ വിളിപ്പിച്ചിരുന്നു. അപ്പോൾ സൗകര്യം പോലെ ഏതെല്ലാം തരത്തിൽ വോട്ട് കിട്ടുമോ, മതത്തിൻ്റെ പേര് പറഞ്ഞാൽ വോട്ട് കിട്ടുമോ, ജാതിയുടെ പേര് പറഞ്ഞാൽ വോട്ട് കിട്ടുമോ, അവർ ഇതൊന്നും പറയാതിരുന്ന വോട്ട് കിട്ടുമോ, ഈ വോട്ടുകൾ നോക്കി വന്നു. ഇപ്പോൾ ഇവിടെ താങ്കൾ ഈ വിഷയം ഇത്ര സജീവമായിട്ട് ഉന്നയിക്കാൻ കാര്യം 2021 അപ്രതീക്ഷിതമായ വിജയമാണ് ആരാണ് നേടിയത്? CPM അല്ലെ ഇടതുപക്ഷ കക്ഷികൾ, ഇടതുപക്ഷം മതേതര കക്ഷികൾ എന്ന് പറയുന്നവർ നേടിയത്. അന്ന് മലപ്പുറം ജില്ലയിൽ അപ്പോഴും ശ്രദ്ധിക്കുക, KT ജലീലിനെ പോലെയും കാരാട്ട് റസാക്കിനെ പോലെയും ഉള്ള PV അൻവറിനെ പോലെയുള്ള മുസ്ലിം സ്വതന്ത്രം എടുത്ത് ഞാൻ പറയുന്നു, നിർത്തിയവരെല്ലാം ആരാണ്? ഹൈന്ദവ സ്വതന്ത്രരല്ല, മുസ്ലിം സ്വതന്ത്രരെയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയാണ് സ്വതന്ത്രരായി നിർത്തി അവരോട് ജയിക്കുന്നത്. അവിടെയും മതത്തെ കൈവിട്ടുകളാൻ അവർ തയ്യാറില്ല. ഇത് ചെയ്തിട്ട് പുറത്തേക്ക് വന്നിട്ട് ഞങ്ങൾ മതേതരവാദി എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? നിലമ്പൂർ നിർത്തി, അൻവറിനെ നിർത്തി. അല്ല, അതിന് നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റണം. എങ്ങനെ പറ്റണം? അല്ല, സ്വയം അപ്പൊ തോൽവി ഏറ്റുവാങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ തോക്കണമെന്നില്ല. ഒരു ജനസമൂഹം, ഒരു പ്രദേശത്തെ ജനസമൂഹം മതബോധത്തിൽ അധിഷ്ഠിതമായി, മതചിന്തയിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്ന ഒരു പ്രദേശമാണെന്ന് വിചാരിക്കുക. ആ പ്രദേശത്തേക്ക് ഒരു പാർട്ടിക്ക് കടന്നു ചെല്ലണം, അവർക്ക് അവിടെ വിജയിക്കണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം, അവരുടെ ആഗ്രഹം. അവർ മതേതരത്വം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വേണ്ടെന്നേ, നമുക്ക് മതേതരത്വം വേണ്ട, നമുക്ക് മതം മതി എന്ന് പറയുമ്പോൾ നമുക്ക് മതം മതി എന്ന് പറയുമ്പം ഇവിടുത്തെ പാർട്ടികൾ മതത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടു പോവുകയാണ്. അതാണ് യാഥാർത്ഥ്യം. അതിപ്പോ രാഷ്ട്രീയ പാർട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഇത് ഇതിനെപ്പറ്റി TP രാമകൃഷ്ണനായിട്ട് പരാതി പറയാനുള്ള അവകാശം മുസ്ലിം ലീഗിനുണ്ടല്ലോ, പരാതി പറയാനുള്ള അവകാശം ലീഗിനുണ്ടല്ലോ. തങ്ങളുടെ മതത്തെ മോശമാക്കി പറയുന്നു. ഈ ആ വീട്ടിലെ കുടുംബത്തിൽപ്പെട്ടവർക്ക് വോട്ട് കൊടുക്കണമെന്ന് എന്താ തെറ്റന്ന? സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളിനെ ജയിപ്പിക്കണം നമ്മുടെ സമുദായത്തിന്. അപ്പോൾ എല്ലാ ബിഷപ്പുമാരുടെയും പ്രസ്താവനയുണ്ട്, മറ്റേ മൗലവിമാരുടെ പ്രസ്താവനയുണ്ട്, സമുദായ താല്പര്യം നോക്കി വോട്ട് ചെയ്യണമെന്നാണ്. അത് തന്നെയല്ലേ ഇത്? സമുദായ താല്പര്യം നോക്കി വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ബിഷപ്പോ അല്ലെങ്കിൽ മൗലവിയോ ചെയ്യുന്ന അതേ പ്രവൃത്തി അല്ലേ വെള്ളാപ്പള്ളി നടത്തി 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തെ നോക്കി വോട്ട് ചെയ്യണം, അവരുടെ സംരക്ഷണം നമ്മൾ നോക്കണം, ഭൂരിപക്ഷ സമുദായത്തിന്റെ രക്ഷ നമ്മുടെയാണെന്ന് പറയുന്നത് കേക്ക്. ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു വാക്ക് ആ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ പോലും വെള്ളാപ്പള്ളി നടേശനെ എടുത്തുകൊണ്ട് ചുവന്നുകൊണ്ട് നടക്കുന്നത്, എഴുതി വെച്ചുകൊണ്ട് നടക്കുന്നത് ആരാണ് നടക്കുന്നത്? ഈ പറയുന്ന പുരോഗമനം പറഞ്ഞ ഇടതുപക്ഷം തന്നെ അതും ചെയ്യുന്നത്. അപ്പൊ ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയ കക്ഷികൾ നിർത്തണം. ഒന്നുകിൽ മതേതരത്വം. ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയ കക്ഷികൾ നിർത്തണം എന്ന് പറയുമ്പോൾ അതിലിപ്പോ LDF മാത്രമോ അല്ലെങ്കിൽ CPM മാത്രമോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എങ്കിലും കുറെയൊക്കെ എൻ്റെ ഒരു ബോധ്യം അനുസരിച്ചിട്ട് പറ്റാവുന്ന രീതിയിൽ ഇവിടെ മതേതരത്വം പ്രചരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പുരോഗമന ബോധം പ്രചരിപ്പിക്കാനായിട്ട് ഇവിടെ നിലനിൽക്കുന്ന പാർട്ടികളിൽ കുറച്ചും കൂടി ഭേദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് LDFും CPM തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അത് താങ്കൾക്ക് വേറൊരു ബോധ്യം ഉണ്ടാവാം. എങ്കിലും ഞാനിപ്പോൾ ആദ്യം ചോദിച്ചൊരു ചോദ്യത്തിലേക്കാണ് സാറേ വരുന്നത്. മലപ്പുറം പോലുള്ളൊരു പ്രദേശം, ആ പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രധാന കോട്ടയാണ്.
UDF എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അവിടെ എങ്ങനെ പോയാലും 10 സീറ്റ് 12 13 സീറ്റുകൾ ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? താങ്കൾ എന്ത് ചെയ്യും? മലപ്പുറം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. തൊട്ട് താങ്കൾ ഇരിക്കുന്ന എറണാകുളം ജില്ലയിലാണ്, ഈ തൃക്കാക്കരയാണ്. ഇവിടെ ജയിക്കുന്ന മുഴുവൻ ക്രൈസ്തവ കാൻഡിഡേറ്റാ. എറണാകുളത്തെ ചുറ്റുവട്ടത്തിൽ ലത്തീൻ കത്തോലിക്കൽ കൂടുതൽ ജയിക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്താ? എന്നാൽ പറവൂര് ഏറ്റവും കുറവ് നായന്മാരുള്ള സ്ഥലത്ത് പറവൂർ VD സതീശൻ ജയിക്കുന്നുണ്ട്. തൃപ്പൂണിത്തറ മാറി ജയിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നത് ഈഴവന്മാരായിട്ടുണ്ട്. തൃപ്പൂണിത്തറ ഓരോ സ്ഥലത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മലപ്പുറം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കൊല്ലം ജില്ല ജയിക്കുന്നവരായിരിക്കും, ഈഴവരായിരിക്കും കൂടുതൽ ജയിക്കുന്നത്. കാരണം എന്താ? അവിടെ പോപ്പുലേഷൻ ഈഴവറിന്റെ ഫേവറിലാണ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കൂടുതലും ക്രിസ്ത്യാനിയെ ജയിക്കുന്നത്. കാരണം എന്താ? ക്രിസ്ത്യൻസുകളുടെ ഭൂരിപക്ഷമാണ്. തൃശ്ശൂർ ജയിക്കുന്നവരാ കൂടുതൽ. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സ്ഥലം കൊല്ലൂര്. ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ തൃശ്ശൂർ കുറെ മാറ്റം വരുന്നുണ്ട്. ആകെ മാറ്റം വരുന്ന ജില്ല തൃശ്ശൂരാണ്. ബാക്കി എല്ലായിടത്തും ജാതി തന്നെയാണ്. ഇനി കുറച്ചുകൂടെ പറയാം. ജാതി എത്ര പ്രകടമായിട്ട് ജാതിയുടെ കളി ഇവിടെ തുടങ്ങും. വിമോചന സമരങ്ങൾ തുടങ്ങുന്നതാണ്. മുസ്ലിം ലീഗും ക്രിസ്ത്യൻസും നായന്മാരും ചേർന്ന് തുടങ്ങിയ ജാതിയാണ്. ആദ്യം അവർ ഈ ജാതികൾ ലീഗ് ക്രിസ്ത്യാനി നായർ ഈഴവർ അടുത്ത വർഷത്തിൻ്റെ കൂടെ ബാക്കിയുള്ളവരൊക്കെ UDF. അങ്ങനെയാണ് ഇവിടെ വർഗീയതയുടെ ഒരു വേരോട്ടം ഉണ്ടായത്. അതിൻ്റെ അന്ന് പാകിയ അടിസ്ഥാന ഘടകങ്ങൾ ആ ജാതീയമായി ചെയ്തിരു ഇന്നും കേരളീയ സമൂഹത്തിൽ നിൽക്കുന്നു. അതനുസരിച്ചാണ് ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ചലിക്കുന്നത്. ഒന്നും ചെയ്യാൻ അല്ലാതെ മതേതരത്വമല്ല. അല്ല. ഏറ്റവും കൂടുതൽ വർഗീയത സംസാരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇവിടെ അടിസ്ഥാന വികസനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ജനകീയ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ കുറച്ചും കൂടി മതേതരത്വം അല്ലെങ്കിൽ മതത്തിനപ്പുറം നമ്മൾ ഈ വികസനവും മറ്റു വിഷയങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ളൊരു നെറേറ്റീവ് ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചർച്ചകൾ മുഴുവൻ ഇതിലേക്ക് വഴിതിരിച്ചു വിടാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എങ്ങനെ വളരെ പെട്ടെന്ന് വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വോട്ട് മേടിക്കാൻ പറ്റും, അല്ലാതെ പാലം വിടണമെന്നോ റോഡ് വിടണമെന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടിയാൽ. അല്ല, ഞാൻ പറയുന്നത് സാറ് തന്നെ പറഞ്ഞു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ച്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇവിടെ ഇടക്കിടക്ക് നാഴികയ്ക്ക് 16 വട്ടം മതേതരത്വം എന്ന് പറയുകയും എന്നാൽ കൃത്യമായിട്ട് ആ മതേതരത്വ ഒരു ബോധ്യം എല്ലാ മേഖലകളിലും എല്ലാ ജനങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഒരു പരിപൂർണമായിട്ടുള്ള പരിശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് ഈ ഇലക്ട്രൽ തെരഞ്ഞെടുപ്പ് രംഗത്താണ് നടക്കേണ്ടത്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ നായർ ഭൂരിപക്ഷമുള്ള 2-3 അവിടെ ഒരു മുസ്ലിമിനും പാലായിലോ ചങ്ങനാശ്ശേരിയിലോ വന്ന് ഒരു നായർക്കോ അല്ലെങ്കിൽ ഈഴവനോ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഗുരുവായൂർ ഒരു ഹിന്ദുവും അങ്ങനെ ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴേ മതേതരത്വം എന്ന് പറയാൻ പറ്റും. സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത് പോലും ഇന്ന ജാതിക്കാരെ ഇന്ന ജില്ലയിൽ ഉണ്ടായിരിക്കണം, ഒരു പർട്ടിക്കുലർ ജാതിയിൽപ്പെട്ടവൻ ആ ജില്ലയിൽ കൊടുത്തിരിക്കണം, ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻ വെച്ച് തന്നെയാണ് ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളെ മാറ്റി വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജിൻഡോ ജോണിനൊന്നും സീറ്റ് കിട്ടില്ല. എന്താ കാര്യം? എന്താ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും സമർത്ഥമായ മുഖങ്ങളിലുള്ള ആളാണ് ജിൻഡോ ജോണിന് സീറ്റ് കിട്ടാതെ വന്നെ കഴിവില്ലാത്തതുകൊണ്ടാണോ? പിന്നെ നമ്മുടെ ദീപ്തി മേരി വർഗീസിന് കിട്ടാതെ തന്നെയുണ്ടോ? അപ്പോൾ ചില സമവാക്യങ്ങൾ വീതം വെച്ച് വന്നു കഴിയുമ്പോൾ ഇവരുടെ സമുദായത്തിൽ പിള്ളേർക്ക് കൊടുക്കാൻ സീറ്റ്. മുസ്ലിം ലീഗ് മതേതരമാണോ? പെരുമാറ്റം മതേതരം. ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്മ്യൂണൽ ഹാർമണി കാത്തു സൂക്ഷിക്കാൻ മെനക്കെട്ടിരിക്കുന്ന അല്ലെ ഇപ്പോഴും ആ നിലപാടെടുക്കുന്ന തീവ്രവാദ PFI SDPI തുടങ്ങിയ സംഘടനകളെ എതിർക്കുന്ന അല്ലെ അവരുടെ മുസ്ലിം സമുദായത്തിലേക്ക് അവരുടെ കടന്നുകയറ്റത്തെ തടഞ്ഞു നിർത്തിയ സംഘടന ലീഗാണ്, മറ്റാരേക്കാൾ കൂടുതൽ. അപ്പോൾ മതമാണ് പ്രശ്നം എന്ന് ലീഗ് നേതാവ് പറയുന്നത്. സമുദായം നോക്കിയിട്ട് മുസ്ലിം ലീഗിനെ എതിർക്കുന്ന കാര്യം സമുദായം മതം പറഞ്ഞാൽ എതിർക്കുന്നത് അല്ല. നമ്മുടെ സമുദായത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ നേതാക്കളുണ്ട്. ഉണ്ട്, ഇഷ്ടംപോലെ. എല്ലാവരും പറഞ്ഞു. ഒരാളില്ല പറഞ്ഞില്ലേ? അല്ല, വെള്ളാപ്പള്ളി പറയുമ്പം അത് കേരളത്തിൽ മുഴുനീളം ഒരു വലിയ പ്രശ്നമാവുകയും ഇത് മതമാണ് പ്രശ്നം എന്ന് ലീഗിന്റെ ഒരു നേതാവ് അല്ല ലീഗിന്റെ ഒരു നേതാവ് സംസാരിക്കുമ്പോൾ അത് വലിയ ചർച്ചയാവുകയും വലിയ വിവാദമാവാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? കാരണം അതിനെ എതിർക്കുന്നവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവരുടെ കഴിവുകേടാണ്. അതെന്താണ് അതിന്റെ കാരണം? അതെനിക്കറിയാൻ പറ്റില്ല. അത് അവരുടെ കഴിവുകേടാണ്. അവരെന്തുകൊണ്ട് ചെയ്ത് ഇപ്പം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കോൺഗ്രസ്സുകാർക്ക് വേണ്ടി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അവരെന്തേ പറയാത്തതെന്ന് എനിക്ക് സംശയമുണ്ട്. അത് അവരുടെ കഴിവുകേട്. അത് അവർക്ക് വിട്ടുകൊടുത്തത്.
ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഒരു നരേഷൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഇടയ്ക്ക് എറണാകുളം എന്ന് പറയുക, ഇടയ്ക്ക് കോട്ടയം എന്ന് പറയുക, ഇടയ്ക്ക് കൊല്ലം എന്ന് പറയുക, അവിടെയൊക്കെ നമുക്ക് ഇത്തരം ഘടകങ്ങൾ മതം കാണാം. മതം കാണാം. ഗുരുവായൂർ BJP കാൻഡിഡേറ്റ് ആയിട്ട് V. ഗോപാലകൃഷ്ണൻ മത്സരിക്കുന്നത് ഒരു വലിയ പ്രചരണമായിട്ടാണ്. അതായത് 1977 മുതൽ 2021 വരെ അവിടെ ജയിച്ചു വന്നിട്ടുള്ളതെല്ലാം മുസ്ലിം MLA-മാരാണ്. അവരെല്ലാം മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഇത്തവണ ഒരു ഹിന്ദു വരണം, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. മതമാണ് പ്രശ്നമെന്ന് ലീഗിൻ്റെ നേതാവ് പറയുന്നതും ഗോപാലകൃഷ്ണൻ ഉന്നയിക്കുന്ന സംഭവം തമ്മിൽ രണ്ടും ഒന്നാണ്. അപ്പോൾ ഈ രണ്ടിലും ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഇവിടെ യഥാർത്ഥത്തിൽ മതേതരത്വം വേണം. ഇവിടെ യഥാർത്ഥത്തിൽ CPM പറഞ്ഞ പോലെ മനുഷ്യപക്ഷത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന ആഹ്വാനം തന്നെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഒരു സംശയമില്ല കാര്യത്തിൽ. മതം നോക്കി ഞാൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഈഴവനാണോ അല്ലെങ്കിൽ നായരാണോ മേനോനാണോ എന്ന് നോക്കി നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ ഞാനൊരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇതനുസരിച്ചിട്ട് എനിക്കൊരാൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ അതിലാണ് ഞാൻ കൂടുതൽ സംതൃപ്തൻ എന്നൊരു നേതാവ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ മനുഷ്യപക്ഷ മതേതരത്വം പുരോഗമനം ഇത് തന്നെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇത് ഉയർത്തിപ്പിടിക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ ഇപ്പം നമ്മൾ നിയമം പാലിക്കാൻ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. നിയമം പാലിക്കാനായിട്ട് താങ്കൾ ബസ്സിന് പോരുമ്പോൾ ക്യൂ ഒക്കെ നിന്ന് കൃത്യം ആ ക്യൂവിൽ നിന്ന് കയറുള്ളൂ എന്ന് വിചാരിക്കും. ബാക്കി മറ്റുള്ളവരെല്ലാം യാത്രക്കാരെല്ലാം താങ്കളുടെ മുമ്പിലേക്ക് കയറി ബസ്സിലേക്ക് പോവാണ്. താങ്കൾക്ക് ആ ബസ്സിൽ കയറാൻ പറ്റുമെന്ന് യാത്ര ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇതെല്ലാവരും സൗകര്യപൂർവ്വം അവൻ്റെ ജാതി അവൻ്റെ മതവും എപ്പോഴാണോ അത് ഉപയോഗിച്ചാൽ പ്രയോജനം കിട്ടുന്നത്, ഏത് കട കൊടുത്താലാണോ ഈ ടിക്കറ്റ് മാറി കിട്ടുന്നത് ആ കടകളിൽ ഈ കൊടുക്കാൻ റെഡിയായിട്ട് നടക്കുക പാർട്ടികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ചെറിയ ഉദാഹരണം ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും പറയാം. ഏറ്റവും വലിയ കാപട്യം കാണിച്ചപ്പോൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തി എവിടെയാണ് നടത്തിയത്? ബീഫ് ഫെസ്റ്റിവൽ CPM നടത്തിയത് എവിടെയാണ് നടത്തിയത്? കോഴിക്കോട് നടത്തി അല്ലേ? എവിടെയാണ് നടത്തേണ്ടിയിരുന്നത്? ശരിയാണ്, ചോദിച്ചത് ശരിയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭയമാണ്, പേടിയാണ്, നടത്താൻ ഭയമാണ്. എന്നിട്ട് പറയുകയും ചെയ്യും കേരളം സുരക്ഷിതമാണ്, കേരളത്തിൽ മാത്രം നിങ്ങൾക്ക് പേടിക്കാതെ. ഈ ഭയം ആരുണ്ടാക്കി? അത് ഭയം എന്ന് പറഞ്ഞാൽ എല്ലാ സംഘടിത രൂപങ്ങളും മതം ഉൾപ്പെടെ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ സംഘടിത രൂപങ്ങളെല്ലാം ഭയം വളർത്തിയാണ് ജയിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ. കോവിഡ് വന്നു, എന്നാ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് പിടിക്കും. എയ്ഡ്സ് വന്നു, എല്ലാവർക്കും പറയാം എയ്ഡ്സ് എല്ലാവർക്കും വരാൻ പോവാണ്. ഈ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഭയം കുത്തിവെച്ച് തങ്ങളുടെ പ്രൊപ്പഗാൻഡ വിജയിപ്പിക്കുന്ന ഒരു ആധുനിക പ്രചരണത്തിൻ്റെ ആ പ്രക്രിയയുടെ ഭാഗം നമ്മൾ. അല്ല, കണ്ണൂർ റിജിൽ മാക്കുറ്റി ഒരു വെട്ടി കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നമായി. അത് നടുറോട്ടിലാണ്. അത് നടുറോഡ് വെട്ടി കൊന്നു, ഇറച്ചി കൊന്നു. ഇവിടെ അത് DYFIയുടെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടല്ലോ. ഇവിടെ ആയിരുന്നില്ല ചെയ്യേണ്ടത്, അവിടെയാണ് ചെയ്യേണ്ടിയിരുന്ന ആൾ. ഇവനും ചെയ്യേണ്ടിയിരുന്ന അവിടെയായിരുന്നു. അവൻ തൻ്റെ അവിടെ ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഹരിയാനയിലെ മധ്യപ്രദേശിൽ പോയി ഒരെണ്ണത്തിനെ കൊന്നിരുന്ന അവനും ഇതുപോലെ ഇങ്ങനെ വന്നേനെ. അത്രേ ഉണ്ടാവുള്ളൂ, വെറുതെ സംഭവിക്കുക. പക്ഷെ അപ്പോൾ ഇത് സത്യസന്ധമായി അല്ലെ മഹാത്മാഗാന്ധിയൊക്കെ എടുത്ത നിലപാട് പോലെ എടുക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റേതായ മതേതരത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഇതിനോട് കൂറ് വേണം. അപ്പോൾ നമുക്ക് വളരെ ചുരുക്കം പേരെ ആ രീതിയിൽ ജീവിച്ച രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്കറിയാൻ പറ്റും. മറ്റുള്ളവരെല്ലാം സൗകര്യപൂർവ്വം വിൽക്കാൻ നോക്കിയിട്ടുണ്ട്. സ്വന്തം ജാതി എവിടെയാണോ ചിലവാകുന്നത് അവിടെ എല്ലായിടത്തും. ഇപ്പോൾ നായരെന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് ചിലവാകും, അവിടെ ഞാൻ മതേതരത്വം പറയും. അവിടെ മലപ്പുറത്ത് നിന്നിട്ട് ഞാൻ മതേതരത്വം പറയും, കാരണം നായരായിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഇസ്ലാം ഇവിടെ വന്നിട്ട് മതേതരത്വം പറയും. ഇവിടെ എന്തുമാത്രം കച്ചവടക്കാരുണ്ട് ഇവിടെ. ഇസ്ലാമിൻ്റെ ആരെങ്കിലും അവൻ്റെ കടം സാധനം പിടിക്കാതിരിക്കുന്നുണ്ട്? ഇല്ലല്ലോ. അങ്ങനെ ഇല്ല, യഥാർത്ഥത്തിലില്ല. ഇത് തെരഞ്ഞെടുപ്പ് ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ജാതി കയറി വരുന്ന കല്യാണ സമയത്താണ്. പിന്നെ കച്ചവടം, രാഷ്ട്രീയം, അത് ഓരോ ഗ്രേഡായിട്ടാണ്. അല്ലാതെ നമ്മളാരും വർഗീയവാദികളല്ല. താങ്കൾ ഇന്ന് ബസ്സിലിരുന്ന് ആരുടെ അപ്പുറം ഇപ്പുറം തൻ്റെ സൈഡിൽ ആരാ ഇരുന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, നമ്മളാരും ചിന്തിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ കക്ഷികളിൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും വർഗീയത, മതേതരത്വം, ഫാസിസം എന്ന് പറയും. കാരണം അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം. എന്തായാലും എല്ലാവരുടെയും ഉള്ളിൽ മതം, ജാതി, എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യിപ്പിക്കാനായിട്ട് വെറുതെ പുട്ടിന് വീര പോലെ ഇടുന്നൊരു സാധനമാണ് ഈ മതേതരത്വം എന്ന് പറയുന്നത്. പക്ഷെ ഇത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ മതേതരത്വം കേരളത്തിൽ കൃത്യമായി വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വരും വർഷങ്ങൾ എന്ന് പറയുന്നത് വർഗീയ ശക്തികളുടെ ഒരു വിളനിലമാക്കി കേരളത്തിൽ
ഒരു ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ കേരളത്തിൽ വലിയ കലാപങ്ങളോ കേരളം വിഭജിക്കപ്പെടുന്നവരെ സാഹചര്യം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ഒരു കാര്യമാണ് പറയാനുള്ളത്. അതായത് അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു കലാപം വരെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ഒരു അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ കലാപങ്ങൾ. പൂന്തറ, മാറാടൊക്കെ അടുത്തിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അടുത്തിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറയാം. കേരളത്തിൽ ഇസ്ലാമിൻ്റെ ഭൂരിപക്ഷത SDP ഭയങ്കര സ്ട്രോങ് ആണ്. എത്ര ഇസ്ലാമിക സംഘടനകളുണ്ടായി, പലതും പിരിച്ചുവിട്ട് പിന്നെയും പുതും ഉണ്ടായിക്കൊണ്ടിരിക്കുക അല്ലേ? എത്ര സംഘടനകളുണ്ടായി. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല. രാഷ്ട്രീയ കക്ഷികൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസം കൊണ്ടല്ല, മണ്ടത്തര ജീവിത രീതിയാണ്. ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് ജീവിക്കുന്നു, ആ ജീവിത രീതിയാണ്. വിദ്യാഭ്യാസം അതിന് വേണ്ട. ഈ പാവം പിടിച്ചവരുടെ മാത്രമേ വർഗീയ കലാപം ഉണ്ടുള്ളൂ. ഇവിടെ പനമ്പള്ളി നഗറിലോ ഗിരിനഗറിലോ വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ മട്ടാഞ്ചേരി കൊച്ചി മാർക്കറ്റിലുണ്ടാകുന്നത്. അപ്പോൾ ആ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പ്രശ്നമല്ല അവരുടെ പാവങ്ങളുടെ ആ ദൗർബല്യം പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. ഗിരിനഗറിലോ EMS തിരുവനന്തപുരത്ത് ശാന്തിനഗർ വർഗീയ കലാപം ഉണ്ടാകില്ല. അവിടെ പൂന്തറയിലുണ്ടാവും, അതിൻ്റെ അല്ലെ ചെങ്കൽച്ചൂളയിലുണ്ടാവും. ഇതെല്ലാം വിൽക്കാൻ പറ്റുന്ന മാർക്കറ്റുകളുണ്ട്, വർഗീയത വിൽക്കാൻ പറ്റുന്ന മാർക്കറ്റ്. അത് രണ്ടു കൂട്ടരും അല്ലെ ഇതിനെ താലോലിക്കുന്ന എല്ലാവരും അത് വിൽക്കുകയാണ്. അതേ വേറൊന്നും പറയാനില്ല.